നമ്മുടെ സങ്കടങ്ങളിലേക്ക് നിരന്തരം ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ജീവനതുല്യം സ്നേഹിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇറങ്ങി വരുന്ന ഒരു ദൈവം, അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ സങ്കടങ്ങളുടെ ആഴക്കടലിലേക്ക് തമ്പുരാൻ ഇറങ്ങി വരും, ഇറങ്ങി നടന്നു വരും. കടലിന്റെ മീതെ കർത്താവ് നടന്നു വരും. നിന്റെ തോണി ഉലയുമ്പോ അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, വചനം മാംസം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, മനുഷ്യന്റെ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ ഇറങ്ങി വന്ന ദൈവം, മനുഷ്യന് സൗഖ്യം നൽകാൻ ഇറങ്ങി വന്ന ദൈവം, മനുഷ്യന്റെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും, മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാരമായ മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും ഏറ്റെടുക്കാനായി കാൽവരിയിലേക്ക്, തന്റെ മരണത്തിലേക്ക് കടന്നുപോയ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്, ഇറങ്ങി വന്ന ദൈവമാണ്. നമ്മുടെ മുമ്പിൽ ക്രിസ്തുവിന്റെ ഒരു നിഴല് സങ്കീർത്തകൻ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. മുന്നോട്ട് അതാണ് ഇറങ്ങി വരുന്ന ഒരു ദൈവം, കാറ്റിൽ ഇറങ്ങി വരുന്ന ദൈവം, ഇടിമിന്നലിൽ ഇറങ്ങി വരുന്ന ദൈവം. അങ്ങനെ ഓരോരോ പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ എടുത്തു വെച്ചിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ സങ്കീർത്തകൻ വരച്ചു കാണിക്കുക. സങ്കീർത്തകൻ പറയാണ്, കർത്താവ് കൂടെയുള്ളപ്പോൾ ശത്രുവിന്റെ കോട്ടകളെ തകർക്കാൻ എളുപ്പമാണ്. കർത്താവ് കൂടെയുള്ളപ്പോ, കർത്താവ് ഇറങ്ങി വന്ന പിന്നെ ശത്രുവിന്റെ കോട്ടകളെ തകർക്കാൻ എളുപ്പമാണ്. നമ്മുടെ ബലഹീനതകൾ കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ അധ്വാനം കൊണ്ടും തകർക്കാൻ പറ്റാത്ത ശത്രുവിന്റെ സകല കോട്ടകളെയും സകല ആധിപത്യങ്ങളെയും നമുക്ക് തകർക്കാൻ പറ്റും. എപ്പോ? കർത്താവ് ഇറങ്ങി വന്നാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിയാൽ, ദൈവം തന്റെ ദൂതനെ അയച്ചാൽ, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനും ദൈവത്തിന്റെ ശക്തിക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിനും അതിനേക്കാൾ ഉപരി ദൈവം ഇറങ്ങി വന്ന സംഭവിക്കും. അതുകൊണ്ട് ദൈവത്തെ ഇറക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തെ വിളിച്ചിറക്കാന്നുള്ളതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളിലും വേദനകളിലും നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ: ദൈവത്തെ വിളിച്ചിറക്കുക, ദൈവത്തെ വിളിച്ചിറക്കുക, ദൈവത്തെ വിളിച്ചിറക്കുക. ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക, കൂടെ ഇറങ്ങി നിന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക, കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. എമാവൂസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഒരു ദൈവം 3 വർഷക്കാലം അപ്പോസ്തലന്മാരുടെ കൂടെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും അവർ കിടന്നുറങ്ങുന്നിടത്ത് കൂടെ കിടന്നുറങ്ങുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു കർത്താവുണ്ട്. അത് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ സങ്കടങ്ങളിലേക്ക് നിരന്തരം ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ ദൈവമുള്ളൂ, നമുക്ക് ചാരാൻ ദൈവമുള്ളൂ, നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ ദൈവമുള്ളൂ. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം.